ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ കുറച്ച് പേര് അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട് ഹൗസിലേക്ക്. അത് ഏഷ്യാനെറ്റിൻ്റെ പുതിയൊരു സീരിയലിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. അപ്പോൾ ലിവിങ് റൂമിൽ നമ്മുടെ ഫൈനൽ കണ്ടസ്റ്റൻറ്റുകൾ 6 പേരും കൂടി ഇരുന്നിട്ട് വന്ന അതിഥികളുമായിട്ടിരുന്ന ആ സീരിയലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ട്. തിങ്കളാഴ്ച മുതലാണ് ആ സീരിയൽ ഏഷ്യാനെറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഇതിലുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും ലൈവ് വഴി അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷിനെയൊക്കെ അനുകരിക്കുന്നുണ്ടായിരുന്നു ആ ഗസ്റ്റായിട്ട് വന്നതിലുള്ള ഒരാൾ. അനീഷിൻ്റെ സുപ്രഭാതത്തിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ സീരിയലിനെ പറ്റി ഗസ്റ്റായിട്ട് വന്നവരെല്ലാവരും ലിവിങ് റൂമിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ആ സീരിയലിൻ്റെ കുറച്ച് പ്രൊമോഷനായിട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ കണ്ടസ്റ്റൻറ്റുകൾക്കായിട്ട് പ്രദർശിപ്പിക്കുകയുണ്ടായി പ്ലാസ്മ ടി വിയിൽ. ഗസ്റ്റുകൾ സംസാരിച്ചതിന് ശേഷം സീരിയലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഷാനവാസും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഹൗസെല്ലാം ചുറ്റി നടന്ന് കാണുന്നുണ്ട്. അകത്ത് ബെഡ്റൂമിലൊക്കെ കൊണ്ടുപോകുന്നു. നിവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നും ലൈവ് കാണാറുണ്ടെന്നും അതിൽ വന്ന ആൾക്കാർ ഗസ്റ്റായിട്ട് വന്നവർ പറയുന്നുണ്ടായിരുന്നു. അനുമോളുടെ മുഖമൊക്കെ കരഞ്ഞ് നീര് വന്ന കണക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് അനുമോളെ കാണിക്കുന്നുണ്ടായിരുന്നു. ഗസ്റ്റായിട്ട് വന്നവർ റൂമിലേക്ക് വന്നിട്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന കണക്കുള്ള നെഗറ്റീവും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിഷമിക്കുക വേണ്ട. നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് പുറത്തുണ്ട്. പുറത്തുനിന്ന് വന്നവർ പറഞ്ഞതുപോലെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ ആരും ടെൻഷൻ ആവരുത്. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും നല്ലവണ്ണം സ്നേഹിച്ച് കഴിയും. ഇതിനകത്ത് ഒന്നുമില്ല. ഇവിടെ എന്ത് തുടങ്ങിയോ അത് ഇവിടെ തന്നെ തീർത്ത് എല്ലാവരും സ്നേഹത്തോടെ നിൽക്കുക. നല്ല കമ്പനിയായിട്ട് പോവുക. പുറത്ത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും പേര് സംസാരിക്കുമോ? ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പുറത്ത് ഗസ്റ്റായിട്ട് വന്നവർ വരെ അവരോട് പറയുന്നുണ്ട്, പുറത്തു നിന്ന് വന്നവർ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇത്രയും നാൾ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങളുടെ മനസ്സിലിപ്പം നിങ്ങൾ മറ്റന്നാൾ ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ടെൻഷൻ. അതൊന്നും വേണ്ട, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ടെൻഷനാവേ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ലാലേട്ടൻ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, പ്രഷർ കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഷാനവാസ് പറയുന്നുണ്ട്, പുറത്തുനിന്ന് നോക്കുന്ന കണക്കല്ല, ഇതിനകത്ത് അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ അതിൽ ആ ഒരു സീരിയലിൻ്റെ ആക്ടർ പറയുന്നുണ്ട്, ഇവിടോട്ട് വന്നപ്പോൾ തന്നെ ഒരു ഹാർട്ട് കൂടുന്നുണ്ടായിരുന്നു. അത് ആ എൻട്രി ആയ സമയത്ത് ആ ഒരു ഡാർക്കായിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഒരു വല്ലാതായെന്ന് പറയുന്നുണ്ട്. സീരിയലിൻ്റെ ആക്ട്രസ് നമ്മുടെ നെവിനെയും അനുമോളെയും കൂടെ ചേർത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെയുള്ള കോംബോ അടിപൊളിയാണ്. അപ്പോൾ അനുമോൾ ചെന്നിട്ട് നെവിനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള കോംബോ അടിപൊളിയാണെന്നാണ്. അപ്പം നെവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോളുടെ പുറത്ത് ഒരു കൈ കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളെൻ്റെ പിറക്കാതെ പോയ പെങ്ങളാണ്. പിന്നെ വീട്ടിൽ ഞാൻ ഇങ്ങനല്ല, വീട്ടിൽ ഞാനെൻ്റെ സിസ്റ്ററിനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 2 കൈ ഇങ്ങനെ എടുത്ത് എറിയുമെന്ന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനുവിന് സിസ്റ്ററായിട്ടാണ് കാണുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് സമയം ഈ ബാക്കിയുള്ള 6 കണ്ടസ്റ്റൻറ്റുകൾക്ക് ഒരുപാട് മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടാണ് അവർ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതുപോലെ വന്നാൽ മതിയായിരുന്നു. ഇവിടുന്ന് എവിക്റ്റഡായി പോയിട്ട് തിരിച്ച് കയറിയവർ ചെയ്യേണ്ടത് ഇത് തന്നെ ആയിരുന്നു. ആരുടെ ഒരു പക്ഷം പറയാതെ. അഥവാ പുറത്ത് എന്താ നെഗറ്റീവെന്ന് പോലും ഇവർക്കറിയാം. എന്നിട്ട് കൂടി ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോസിറ്റീവാണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും പേടിക്കരുത്. അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ആരുടെ കോംബോയാണ് നല്ലതെന്ന് അവർ അതും കൂടി പറഞ്ഞ്. അപ്പോൾ അതെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞത്. ഒരു നെഗറ്റീവ് അവർ പറയുന്നില്ല. 2 സീരിയലിൻ്റെ പ്രൊമോഷനായിട്ടാണ് അവരെത്തിയത്. 2 സീരിയലിൻ്റെ നായകനും നായികയും അവർ 4 പേരടങ്ങിയ സംഘമാണ് ഹൗസിലേക്ക് എത്തിയത്. ഇപ്പോൾ അവർ യാത്രയെല്ലാം പറഞ്ഞിട്ട് പ്രധാന വാതിൽ തുറന്നു കഴിഞ്ഞു. അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്.